മന്ത്രിയുടെ ആഡംബരത്തിന്റെയും എഴുന്നള്ളിപ്പിന്റെയും ആ കുറച്ചു ദിനങ്ങൾ നവകേരള സദസ് എന്നൊരു പേരും ചാർത്തി മന്ത്രിയുടെ ആഡംബരത്തിന്റെയും ധൂർത്തടിയുടെയും നാളുകൾ അവസാനിച്ചപ്പോൾ പൊതുജനം ഒറ്റ സ്വരത്തിൽ ചോദിച്ചു, എന്തായിരുന്നു നവകേരള സദസ്? നവകേരള സദസ് കഴിഞ്ഞ് 5 മാസം കഴിഞ്ഞിട്ടും പൊതുജനത്തിന്റെ മണ്ട അടിച്ചു കീറിയ മന്ത്രിയുടെ പരിവാരങ്ങളുടെ നേരെ ഒരു സൂചി പോലും അനക്കാൻ കഴിയാത്ത അധികാരികളോട് പുച്ഛം മാത്രം. മന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചു എന്ന പേരിൽ KSU നേതാക്കളെ പട്ടിയെ തല്ലും പോലെ തല്ലിച്ചതച്ച മന്ത്രിയുടെ ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ സേനാംഗം സന്ദീപിനും നേരെ പോലീസുകാർക്ക് ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ 5 മാസത്തിന്റെ ഇടയിൽ ഇവരെ പലതവണയും ചോദ്യം ചെയ്യലിന് വിളിച്ചെങ്കിലും പല കാരണങ്ങളാൽ തിരക്കുകൾ പറഞ്ഞ് ഒഴിവാകുകയായിരുന്നു. ഇതേ സമയം ഇതൊരു സാധാരണക്കാരനായിരുന്നെങ്കിൽ ഉറങ്ങിക്കിടന്നവന്റെ വീട്ടിൽ കയറി വലിച്ചിഴച്ച് മർദ്ദിച്ച് കുറ്റം ചെയ്തില്ലെങ്കിൽ പോലും അവനെ കുറ്റാരോപിതനാക്കി പരമാവധി ശിക്ഷ നൽകിയേനെ. എന്നാൽ നീണ്ട 5 മാസത്തിന് ശേഷം ഇവരാരും അറിയാതെ രഹസ്യമായി ചോദ്യം ചെയ്തു വിട്ടയച്ചു. മന്ത്രിയുടെ നേരെ കരിങ്കൊടി കാണിച്ചെന്നും മന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മർദ്ദിച്ചതെന്നുമാണ് ഇവരുടെ മൊഴി. പരമാവധി 7 വർഷത്തിന് താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ഈ കേസിൽ ഇനിയും അട്ടിമറികൾ നടക്കും. ജനങ്ങളെ കബളിപ്പിക്കും പോലെ ജനങ്ങളെ പൊട്ടന്മാരാക്കി പോലീസിന്റെ ചോദ്യം ചെയ്യലും വെറും ഉഡായിപ്പ് പരിപാടിയാണെന്നും ജനങ്ങളുടെ കണ്ണിൽ മണ്ണ് വാരി ഇടുന്നതാണെന്നും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഒരു മൊട്ടുസൂചി പോലും ഇവർക്ക് നേരെ അനക്കില്ല എന്ന ഉറച്ച ബോധം ഞങ്ങൾക്കുണ്ട്. മന്ത്രിയുടെ പരിവാരങ്ങളെ തൊട്ടാൽ പൊള്ളുമെന്ന് പറഞ്ഞ പോലെ ജോലി വരെ പോകുമെന്ന് പേടിച്ച് ചോദ്യം ചെയ്യാൻ തെറ്റു ചെയ്തവരുടെ സമയവും സന്ദർഭവും കാത്തുനിന്ന പോലീസുകാരോട് ഇതിനേക്കാളും ആ തൊപ്പി ഊരിയെറിഞ്ഞ് മന്ത്രിയുടെ നിക്കറും പിടിച്ച് നടക്കുന്നതായിരിക്കും നല്ലത്. ഇതുവരെയും ആർക്കും മനസ്സിലാവാത്ത ഒരേ ഒരു ചോദ്യം ഇതായിരുന്നു, എന്തിനായിരുന്നു നവകേരള സദസ്? പൊതുജനത്തിന്റെ ക്ഷേമത്തിനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്ന മുഖേന നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇരുത്തി അപമാനിച്ച് മന്ത്രിയുടെ ആഡംബര യാത്ര മാത്രം കാണിച്ചു കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് നിങ്ങളുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്ന പൈസയ്ക്ക് ചിലവൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനൊരു ധൂർത്തടി യാത്ര നടത്തിയത്? പണ്ടൊക്കെ രാജാവിന് പോലുമില്ലാത്ത എഴുന്നള്ളിപ്പ് വെറും ഒരു 7ാം കൂലിയായ ഭരണത്തിന്റെ പേരും പറഞ്ഞ് ജനങ്ങളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്ന ഇവനെ പോലുള്ള ഒരുത്തന്റെയും ഭരണത്തിൽ അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലുള്ള വിലക്കയറ്റത്തിലും നട്ടപ്രാന്തെടുത്ത് നിൽക്കുന്നവന്റെ കുത്തിനി പിടിച്ച് ക്ഷേമ പെൻഷൻ വരെ കൈയിട്ട് വാരി കോടികൾ മുടക്കി മന്ത്രിയുടെ രാജാവ് എഴുന്നള്ളിപ്പിനും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാനില്ലാത്ത പട്ടിണി പാവങ്ങളുടെ മുമ്പിലൂടെ ചിക്കൻ പൊരിച്ചതും കരിച്ചതും മലത്തിയതുമെല്ലാം ഉരുട്ടി വിഴുങ്ങിയ പ്രഭാത വിരുന്നുകൾക്കും കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ കുപ്രസിദ്ധി മനസ്സിലാക്കി തന്ന 1 മാസം വരെ നീണ്ടുനിന്ന അഴിഞ്ഞാട്ടത്തിന്റെ അന്തിമ നാളുകളിലെ അന്തിമ വിധി. മന്ത്രിയുടെ ആഡംബര യാത്രയിൽ കാസർഗോഡ് മുതൽ വിയോജിച്ചവന്റെ മണ്ട അടിച്ചു കീറിയ ഗുണ്ടാസംഘങ്ങൾ, സർക്കാർ ഒത്താശയിൽ അഴിഞ്ഞാടിയ മന്ത്രിയുടെ സെക്യൂരിറ്റി സ്ക്വാഡുകൾ, പാവപ്പെട്ട പൊതുജനത്തിന്റെ മേലെ കൈവച്ച് ഇവനൊക്കെ ഇന്നും നെഞ്ചു വിരിച്ച് നിവർന്ന് നടക്കുമ്പോൾ പൊതുജനം മന്ത്രിയുടെ വാലാട്ടിപ്പട്ടികൾ എന്ന രീതിയിൽ ഇനിയും ശബ്ദം ഉയർത്താതെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനിയെങ്കിലും പറയാനുള്ളത് മുഖത്ത് നോക്കി പറയുമെന്ന ഉറച്ച നിലയിൽ പറയും, ഇങ്ങനെ ഒരു രാജാവിനെയോ ഭരണത്തെയോ ഞങ്ങൾക്ക് വേണ്ട.